لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മുടെ പുതിയ ഒരു ടോപ്പിക്കാണ് അന്നക്കിറ വൽ മഅരിഫ. തവാബികളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിരുന്നത്. ഇന്ന് അന്നക്കിറ വൽ മഅരിഫ എന്ന പുതിയ ടോപ്പിക്ക് തുടങ്ങണം. അൽ ഇസ്മു മിൻ ഹൈതു തൻകീറു വത്തഅരീഫു നൗആനി. ഇസ്മുകളെ അതിൻ്റെ തൻകീറ് തഅരീഫ് പരിഗണിച്ചുകൊണ്ട് രണ്ട് ഇനങ്ങളാക്കാം. രണ്ട് ഇനങ്ങളാണ് ഇസ്മുകളുള്ളത്. ഒന്ന് നക്കിറ, മറ്റൊന്ന് മഅരിഫ. ഇസ്മുകളിലാണ് ഇത്തരം വിഭജനങ്ങളുള്ളത്. ഫീലുകളിലോ അല്ലെങ്കിൽ ഹർഫുകളിലോ ഒന്നും നക്കിറയും മഅരിഫയും ഇല്ല. ഇസ്മിനെ രണ്ട് വിഭാഗമാക്കി തിരിക്കുന്നതാണ് നക്കിറയും മഅരിഫയും. നേരത്തെ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധമുള്ളത് തന്നെയാണിത്. ഇതിൽ പറയുന്ന പല വിഷയങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നഹ്വ് പരസ്പരം ബന്ധിതമാണല്ലോ. ഏതാവട്ടെ, അന്നക്കിറ എന്ന് പറഞ്ഞാൽ എന്താണ്? നക്കിറ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അലാ ഷൈഇൻ ഗൈരി മുഅയ്യനിൻ. ഒരു നിർണയിക്കപ്പെടാത്ത, നിശ്ചിതമായ വസ്തു അല്ലാത്ത, നിശ്ചിതമല്ലാത്ത ഒരു വസ്തുവിൻ്റെ മേൽ, ഒരു ഷൈഇൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് നക്കിറ എന്ന് പറയാം. ഒരു ഇന്ന ആൾ എന്ന് പറയാനുണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന വസ്തു എന്ന് നിജപ്പെടുത്തി പറയുന്നില്ല. മുഅയ്യനല്ലാത്ത, നിർണയമാക്കപ്പെടാത്ത ഒരു ഷൈഇൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മിനാണ് നക്കിറ എന്ന് പറയാം. ഉദാഹരണത്തിന് ഉസ്താദുൻ. വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഉസ്താദ്, അത്രയേ ഉള്ളൂ. അത് ഇന്ന ഉസ്താദ്. ഉസ്താദുമാർ ഒരുപാടുണ്ട്. അതിൽ ഏത് ഉസ്താദ് എന്നൊന്നും പറയണില്ല. ഏതോ ഒരു ഉസ്താദ്. അവിടെ മുഅയ്യനല്ല, നിർണയിക്കപ്പെട്ട ഒരാളെ സൂചിപ്പിക്കുന്നില്ല. ജാമിഅത്തുൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്ന് പറയാം. ഏത് യൂണിവേഴ്സിറ്റി എന്ന് പ്രത്യേകിച്ച് പറയണമെന്നില്ല. മുഅയ്യനല്ലാത്ത ഒരു ജാമിഅ. തിൽമീദുൻ, ഒരു വിദ്യാർത്ഥി. ഇങ്ങനെ നിർണയിക്കപ്പെടാത്ത ഷൈഇൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മിനാണ് നക്കിറ എന്ന് പറയാം. മഅരിഫ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അലാ ഷൈഇൻ മുഅയ്യനിൻ. നിർണയിക്കപ്പെട്ട നിശ്ചിതമായ ഒരു വസ്തുവിൻ്റെ മേൽ, ഒരു ഷൈഇൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മിനാണ് മഅരിഫ എന്ന് പറയാം. ഉദാഹരണത്തിന് മുഹമ്മദുൻ, ഒരു വ്യക്തിയുടെ പേര്. അത് ഒരു പ്രത്യേകമായ ഒരു വ്യക്തിയെ അറിയിക്കുന്നു. അൽ ജാമിഅത്തു, ആ യൂണിവേഴ്സിറ്റി, ഒരു പ്രത്യേകമായ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണല്ലോ അലിഫ്ലാം ഇട്ടുകൊണ്ടൊക്കെ പറയാം. എൻ്റെയും നിൻ്റെയും മനസ്സിലുള്ള, നമുക്ക് പരിചിതമായ, അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പരാമർശിച്ച ആ ജാമിഅ, ഇതാണ് അൽ ജാമിഅത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മുമ്പ് ജാമിയയെക്കുറിച്ച് പരാമർശിക്കുകയോ അല്ലെങ്കിൽ രണ്ടുപേർക്കും അറിയുന്ന പ്രത്യേകം ജാമിയ ഉണ്ടെങ്കിലാണ് അൽ ജാമിയ എന്ന അലിഫ്ലാം ഇട്ട് പറയാം. ഏതായിട്ടും അങ്ങനെ അലിഫ്ലാം ഇട്ട് പറയുമ്പോൾ അവിടെ ഒരു നിർണയിക്കപ്പെട്ട ഒരു ജാമിയ ആയി. മറ്റൊന്നാണ് ഹാദ. ഇഷാറത്തിൻ്റെ ഇസ്മാണ് ഹാദ, ഇത്. ഇത് എന്ന് ഒരു വസ്തുവിലേക്ക് ചൂണ്ടി പറയാണല്ലോ. അവിടെ നിർണയിക്കപ്പെട്ട ഒരു വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്നു. അതുകൊണ്ട് ഹാദ, അത് മഅരിഫയാണ്. മറ്റൊന്ന് ബൈത്തു വാലിദി, എൻ്റെ ഉപ്പയുടെ വീട്. ബൈത്തു വാലിദി, എൻ്റെ ഉപ്പയുടെ വീട്. അപ്പോൾ ഏതോ വീടല്ല, ഒരു മുഅയ്യനായ ഒരു വീടിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ബൈത്തു വാലിദി എന്നുള്ളത് മഅരിഫയാണ്. അപ്പോൾ നിർണയിക്കപ്പെടാത്ത ഷൈഇൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മിന് നക്കിറ എന്നും, നിർണയിക്കപ്പെട്ട ഒരു ഷൈഇൻ്റെ മേൽ അറിയിക്കുന്നതിന് മഅരിഫ എന്നും പറയുന്നു. ഇതിലെ മഅരിഫകൾ ഒരു 6 അല്ലെങ്കിൽ 7 ഇസ്മുകളുണ്ട്. അതല്ലാത്തത് മുഴുവനും നക്കിറയാണ്. മഅരിഫയുടെ ഇനങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം. അൻവാഉൽ മഅരിഫ. മഅരിഫയുടെ ഇനങ്ങൾ: 1
അലമ്, മറ്റൊന്ന് ലമാഇർ ലമീറുകൾ, പിന്നെ ഇസ്മുൽ ഇഷാറ, അസ്മാ ഉൽ മൗസൂല, അൽ മുഹല്ല ബിൽ അലിഫി വല്ലാം അലിഫ്ലാമ് ഉള്ള പദങ്ങൾ, അൽ മുലാഫു ഇലൽ മഅരിഫ മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട പദങ്ങൾ. ഇങ്ങനെ 6 മഅരിഫകളുണ്ട്. 1 അലമ്, 2 ദമീറുകൾ, 3 മൗസൂലയുടെ ഇസ്മുകൾ, 4 ഇഷാറത്തിൻ്റെ ഇസ്മുകൾ, 5 അലിഫ്ലാമ് ഉള്ള പദങ്ങൾ, 6 മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട പദങ്ങൾ. ഇങ്ങനെ 6 മഅരിഫകളുണ്ട്. ഇനി 7-മതായിട്ട് മുനാദയെ എണ്ണുന്നവരുണ്ട്. ഇപ്പോൾ യാ റജുലു എന്ന് നെക്കിറയായ ഒരു ഇസ്മിനെ നിദാ ചെയ്യുമ്പോൾ പ്രത്യേകമായ ഒരു റജുലിനെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ യാ റജുലു എന്ന് വിളിക്കുമ്പോൾ അതും മഅരിഫയാണ്. ഇങ്ങനെ ആ മുനാദിയെ കൂടി മഅരിഫയിൽ ഉൾപ്പെടുത്താറുണ്ട് ചില തഖ്സീമുകളിൽ. അങ്ങനെ വരുമ്പോൾ മഅരിഫക്ക് 7 ഇസ്മുകളുണ്ടെന്ന് പറയും. ഏതാവട്ടെ, ഇങ്ങനെ 6 അല്ലെങ്കിൽ 7 ഇസ്മുകളാണ് മഅരിഫകൾ. ഓരോന്നിനെക്കുറിച്ച് നമുക്ക് പറയാം. ആദ്യം തന്നെ അലമിനെ കുറിച്ച്. അലമ് എന്ന് പറഞ്ഞാൽ ഹുവ ഇസ്മുൻ മഅരിഫത്തുൻ, അതൊരു മഅരിഫയായ ഇസ്മാണ്. സുമ്മിയ ബിഹി ഷഖ്സുൻ, അതുകൊണ്ട് ഒരു വ്യക്തിക്ക് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. ഔ മക്കാനുൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. ഔ ഹയവാനുൻ, അല്ലെങ്കിൽ ഒരു ജീവിക്ക് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. ഔ അയ്യു ഷൈഇൻ ആഖർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഷൈഇന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വ്യക്തികൾക്കോ ജീവികൾക്കോ സ്ഥലങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ പള്ളികൾക്കോ ഇങ്ങനെ പലതിനും നമ്മൾ പേര് വെക്കാറുണ്ട്. കമ്പനികൾക്ക് പേര് വെക്കാറുണ്ട്. ഇങ്ങനെ പേര് വെക്കപ്പെടുന്ന എല്ലാ ഇസ്മിനും മഅരിഫ എന്ന് പറയാം. മുഹമ്മദുൻ, സെയ്ദുൻ, ബക്കറുൻ, ഖാലിദുൻ, ഇതൊക്കെ ഒരു വ്യക്തികളുടെ പേരുകളാണ്. കാലിക്കൂത്ത്, ഹിന്ദ്, കേരള, മക്ക, മദീന, ഇതൊക്കെ നാടുകളുടെ അലമുകളാണ്. ഖസ്വാ, അത് ഒട്ടകത്തിൻ്റെ ഒരു പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തിന് ഇട്ട ഒരു പേരാണ് ഖസ്വാ. ഇങ്ങനെ നമുക്കിഷ്ടപ്പെട്ട വീട്ടിൽ നമ്മൾ വളർത്തുന്ന നമ്മൾ ഇഷ്ടപ്പെട്ട മൃഗങ്ങൾക്കും എല്ലാം മറ്റ് പക്ഷികൾക്കൊക്കെ നമ്മൾ പേരിടാറുണ്ട്. ഇനി ജാമിയത്ത് കാലിക്കൂത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അത് ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ്, അത് അലമാണ്. ഇങ്ങനെ തുടങ്ങി വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എന്തിന് നമ്മൾ പേരിട്ടാലും അതിന് അലമ് എന്ന് പറയും. ഈ അലമാണ് മഅരിഫകളുടെ കൂട്ടത്തിലെ 1-മത്തത്. 2-മത്തതാണ് ലമാഇർ ലമീറുകൾ. ലമീറുകൾ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മഅരിഫത്തുൻ യദുല്ലു അലൽ മുതകല്ലിമി അവിൽ മുഖാത്തബി അവിൽ ഗായിബ്. മുത്തക്കല്ലിമിൻ്റെ മേലിൽ അറിയിക്കുന്ന, അല്ലെങ്കിൽ മുഖാത്തബിൻ്റെ മേൽ അറിയിക്കുന്ന, അല്ലെങ്കിൽ ഗായിബിൻ്റെ മേൽ അറിയിക്കുന്ന മഅരിഫയായ ഇസ്മുകൾക്കാണ് ലമീറുകൾ എന്ന് പറയാം. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ, അന, നഹ്നു, ഇതൊക്കെയാണ് മുത്തക്കല്ലിമിൻ്റെ മേൽ അറിയിക്കുന്ന ലമീറുകൾ. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിസംബോധിതനാണ്. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് അവർക്കാണ് മുഖാത്തബ് എന്ന് പറയാം. അൻത, അൻതുമ, അൻതും, നീ എന്നർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ 2 പേർ, നിങ്ങൾ കുറേ പുരുഷന്മാർ, അല്ലെങ്കിൽ അൻതി, അൻതുമ, അൻതുന്ന, ഇതൊക്കെ മുഖാത്തബിൻ്റെ മേൽ അറിയിക്കുന്ന ദമീറുകളാണ്. അവിൽ ഗായിബ്, അല്ലെങ്കിൽ മറഞ്ഞ ആളുടെ മേൽ അറിയിക്കുന്ന, മറഞ്ഞ ആൾ, അവൻ, അവൾ, ഹുവ, ഹിയ, അല്ലെങ്കിൽ ഹുമ, ഹും, ഹുന്ന, ഇങ്ങനെ മറഞ്ഞ ആളുടെ മേൽ അറിയിക്കുന്ന മഅരിഫയായ ഇസ്മുകൾ. ഇങ്ങനെ മുത്തകല്ലിമിൻ്റെയോ അല്ലെങ്കിൽ മുഖാത്തബിൻ്റെയോ ഗായിബിൻ്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മുകൾക്കാണ് ലമീറുകൾ എന്ന് പറയാം. ലമീറുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് വിശദമായിട്ട് തന്നെ പറയാം.
അല്ലമായിറു സലാസത്തു അഖ്സാമിൻ. ലമീറുകൾ 3 ഇനങ്ങളുണ്ട്. മുൻഫസിലായ ലമീറുണ്ട്, അല്ലമീറുൽ മുത്തസിലായ ലമീറുണ്ട്, അല്ലമീറുൽ മുസ്തതിറായ ലമീറുണ്ട്. മുൻഫസിലായ ലമീർ എന്ന് പറഞ്ഞാൽ ഫിഇലിൽ നിന്നൊക്കെ വേർപെട്ട് സെപ്പറേറ്റായിട്ട് വരുന്ന ലമീറിനാണ് മുൻഫസിലായ ലമീർ എന്ന് പറയാം. മുത്തസിലായ ലമീർ എന്ന് പറഞ്ഞാൽ ഹർഫിനോടോ ഫിഇലിനോടോ ഇസ്മിനോടോ ഒക്കെ ചേർന്ന് വരുന്ന ലമീറുകൾ. മുസ്തതിറായ ലമീർ എന്ന് പറഞ്ഞാൽ ഫിഇലിൽ മറഞ്ഞു വരുന്ന, അത് കാണൂല, അതിനോട് ഫീലിനോട് ചേർന്നും കാണാൻ കഴിയില്ല, സെപ്പറേറ്റ് ആയിട്ടും കാണാൻ കഴിയില്ല, ഫീലിൽ ഒളിഞ്ഞിരിക്കുന്ന മുസ്തതിറായ ലമീറുകൾ. ഇങ്ങനെ 3 വിധം ലമീറുകളുണ്ട്. ലമീർ മുൻഫസിലുണ്ട്, മുത്തസിലുണ്ട്, മുസ്തതിറുണ്ട്. ഇതിലെ മുൻഫസിലായ ലമീറും മുത്തസിലായ ലമീറും നമുക്ക് കാണാൻ കഴിയും. മുസ്തതിറായ ലമീർ, മൂന്നാമത്തെ മുസ്തതിറായ ലമീറിനെ കാണാൻ കഴിയില്ല. ഈ മുൻഫസിലിനെയും മുത്തസിലായ ലമീറിനെയും കുറിച്ച് ബാരിസായ ലമീർ എന്ന് പറയാറുണ്ട്. ബാരിസ് എന്ന് പറഞ്ഞാൽ ലാഹിറായ ലമീർ, മുസ്തതിറിൻ്റെ നേരെ മാറ്റം. മുസ്തതിർ മറഞ്ഞിരിക്കുന്നതാണ്, അത് നേരെ മാറ്റം, മറഞ്ഞിരിക്കാത്ത ലാഹിറിലുള്ള പ്രത്യക്ഷത്തിലുള്ള ലമീറുകൾ. ആ പ്രത്യക്ഷത്തിലുള്ള ലമീറിനാണ് ബാരിസായ ലമീർ എന്ന് പറയാം. ബാരിസായ ലമീറിൻ്റെ 2 ഇനങ്ങളാണ് മുൻഫസിൽ, മുത്തസിൽ. ചുരുക്കി പറഞ്ഞാൽ മുൻഫസിൽ, മുത്തസിൽ, മുസ്തതിർ, ഇങ്ങനെ 3 കിസ്മുകൾ ഉണ്ടെന്ന് പറയാം. ഇതിലെ മുൻഫസിലായ ലമീർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ലമീറാണെന്ന് പറഞ്ഞു. ഫീലിനോടോ ഇസ്മിനോടോ ഹർഫിനോടോ ഒന്നും ചേർന്ന് വരാതെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന, ഒറ്റയ്ക്ക് വരുന്ന ലമീറുകൾ. എന്താണ് അതിൻ്റെ തഅരീഫ് നോക്കാം. മാ യുംകിനു നുത്ഖു ബിഹി വഹ്ദഹു. മാ മുൻഫസിലായ ലമീർ എന്ന് പറഞ്ഞാൽ മാ, അതൊരു ലമീറാണ്. യുംകിനു നുത്ഖു ബിഹി, ആ ലമീറിനെ നമുക്ക് ഉച്ചരിക്കാൻ കഴിയും. വഹ്ദഹു, അത് മാത്രമായ സ്ഥിതിയിൽ, ആ ലമീർ മാത്രമായിട്ട് നമുക്ക് ഉച്ചരിക്കാൻ കഴിയും. മിൻ ഗൈരി അൻ യത്തസില, ആ ലമീർ ചേർന്ന് വരാതെ, ബി കലിമത്തിൻ ഉഖറ, മറ്റൊരു കലിമത്തിനോടും ചേർന്ന് വരാതെ സെപ്പറേറ്റ് ഒറ്റക്ക് ആ ലമീർ ഉച്ചരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ലമീറുകൾക്കാണ് മുൻഫസിലായ ലമീർ എന്ന് പറയാം. ഇപ്പോൾ ഗുലാമുഹു, അവൻ്റെ കുട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ ഗുലാമുഹു, ഹു എന്നുള്ളത് ലമീറാണ്. പക്ഷെ അത് ഗുലാമ് എന്ന ഇസ്മിനോട് ചേർന്ന് വന്നിട്ടുണ്ട് ഉണ്ടോ, അപ്പോൾ അത് മുൻഫസിലല്ല, മുത്തസിലാണ് കുറിച്ച് പറയാം. ഇനി അഴ്ത്തൈത്തു, ഞാൻ നൽകി, ലഹു, അവന് നൽകി എന്ന് പറയുമ്പോൾ ലഹു എന്നൊരു ലമീറുണ്ട്, അത് ലാമ് എന്ന ഹർഫിനോട് ചേർന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അതും മുൻഫസിലല്ല. മുൻഫസില ലമീർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വരണം. അതിന് ഉദാഹരണങ്ങളാണ് ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, ഇതൊക്കെ സെപ്പറേറ്റ് വരുന്ന ലമീറുകളാണ്. അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നെഹനു, ഇതൊക്കെ മുൻഫസില ലമീറുകളാണ്. മുൻഫസില ലമീറുകൾ തന്നെ 2 ഇനങ്ങളുണ്ട്. മർഫൂഉമുണ്ട്, മൻസൂബുമുണ്ട്. ലമീറുകളൊക്കെ മബനിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ അതിന് ഇറാബൊന്നും ഉണ്ടാവില്ല. എന്നാലും മഹല്ലിൽ ഇറാബ് ഉണ്ടാവുമല്ലോ, മഹല്ലിൽ ഇറാബ് ഉണ്ടാവും. അപ്പോൾ റഫ്ഇൻ്റെ മഹലിൽ ഉണ്ടാകും ലമീറുകൾ, നസ്ബിൻ്റെ മഹലിലും ജറിൻ്റെ മഹലിലൊക്കെ ലമീറുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ലമീറുകൾക്ക് മഹലിൽ അത്തരം ഇറാബുകൾ ഉണ്ടാവും. ഏതാവട്ടെ റഫ്ഇൻ്റെ അവസരത്തിൽ വരുന്ന മർഫു ആയ ഇങ്ങനത്തെ മുൻഫസിലായ ലമീറുകളും നസ്ബിൻ്റെ അവസരത്തിൽ വരുന്ന മുൻഫസിലായ ലമീറുകളും വേറെ വേറെ തന്നെ ഉണ്ട്. അതിലെ റഫ്ഇൻ്റെ മഹലിൽ വരുന്ന ലമീറുകളാണ് ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നെഹനു എന്ന ഈ ലമീറുകൾ. ഇതിലെ ആദ്യത്തെ ആ ചുവന്ന അക്ഷരത്തിൽ എഴുതിയ ഹുവ, ഹുമാഹും, ഹുവ അവനൊരു പുരുഷൻ, ഹുമ അവർ 2 പുരുഷന്മാർ, ഹും അവർ കുറേ പുരുഷന്മാർ, ഹിയ അവളൊരു സ്ത്രീ, ഹുമ അവർ 2 സ്ത്രീകൾ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ. ഇതെല്ലാം ഗായിബിൻ്റെ മേൽ അറിയിക്കുന്ന ലമീറുകളാണ്.
ഇനി അൻത നീ ഒരു പുരുഷൻ, അൻതുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, അൻതും നിങ്ങൾ കുറേ പുരുഷന്മാർ, അൻതി നീ ഒരു സ്ത്രീ, അൻതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ, അൻതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ. ഈ 6 ലമീറുകളും മുഖാത്തബിനെ അറിയിക്കുന്ന ലമീറുകളാണ്. ഇനി അന ഞാൻ, നഹ്നു ഞങ്ങൾ, ഈ 2 ലമീർ മുത്തക്കല്ലിമിൻ്റെ മേലെ അറിയിക്കുന്ന ലമീറുമാണ്. അപ്പോൾ 6ഉം 6ഉം 12, 12 2ഉം 14, ഇങ്ങനെ 14 ലമീറുകൾ. ഇതിൽ ചില ലമീർ ആവർത്തിച്ച് വരുന്നത് കാണാൻ പറ്റും. ഇവിടെ ഹുമാ എന്നുള്ളത് വന്നു, അതേപോലെ തന്നെ ഇവിടെയും ഹുമാ വന്നു. രണ്ടിന് അർത്ഥം വ്യത്യാസമുണ്ട്. ഒന്ന് അവർ 2 പുരുഷന്മാർ, ഇവിടെ അവർ 2 സ്ത്രീകൾ. എന്നപോലെ അൻതുമ എന്നുള്ളത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ആദ്യത്തെ അൻതുമ എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ 2 പുരുഷന്മാർ എന്നാണ്. ഇവിടെ ഈ അൻതുമ എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ 2 സ്ത്രീകൾ എന്നാണ്. ഏതാവട്ടെ ഇങ്ങനെ 14 ലമീറുകളുണ്ട്. ഇതൊക്കെ റഫ്ഇൻ്റെ അവസരത്തിൽ വരുന്ന മുൻഫസിലായ ലമീറുകളാണ്. ഇനി നസ്ബിൻ്റെ അവസരത്തിൽ വരുന്ന മുൻഫസില ലമീറുകളുണ്ട്. അവയാണ് ഇയാഹു, ഇയാഹുമ, ഇയാഹും, ഇയാഹ, ഇയാഹുമ, ഇയാഹുന്ന, ഇയാക്ക, ഇയാക്കുമ, ഇയാക്കും, ഇയാക്കി, ഇയാക്കുമ, ഇയാക്കുന്ന, ഇയായ, ഇയാന. ഫാത്തിഹ സൂറത്തിൽ നമ്മൾ ഓതുന്ന ആയത്താണ് ഇയാക്ക നഅ്ബുദു വ ഇയാക്ക നസ്തഈൻ. ഇയാക്ക നിന്നെ, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. അവിടെ നഅ്ബുദു എന്നതിൻ്റെ മഫ്ഊലാണ് ഇയാക്ക എന്നുള്ളത്. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ആരെ? നിന്നെ ആരാധിക്കുന്നു. അപ്പോൾ ഇയാക്ക നിന്നെ, ആ ഇയാക്ക എന്നുള്ളത് മഫ്ഊലാണ്, നസ്ബിൻ്റെ അവസരമാണ്, നസ്ബിൻ്റെ മഹല്ലാണ്. അപ്പോൾ അവിടെ അൻത എന്ന് പറയാൻ പറ്റില്ല, അൻത നഅ്ബുദു എന്ന് പറയാൻ പറ്റില്ല, ഇയാക്ക നഅ്ബുദു. കാരണം നസ്ബിൻ്റെ അവസരത്തിൽ വരുന്ന ലമീർ ഇയാക്ക എന്നാണ് പറയുക. അപ്പോൾ ഇയാഹു അവനെ, ഇയാഹുമ അവർ 2 പുരുഷന്മാരെ, ഇയാഹും അവർ കുറേ പുരുഷന്മാരെ, ഇങ്ങനെ നസ്ബിൻ്റെ അവസരത്തിൽ. ഇയാഹ അവളെ, ഇയാഹുമ അവർ 2 പേരെ, 2 സ്ത്രീകളെ, ഇയാഹുന്ന അവർ കുറേ സ്ത്രീകളെ. ഇവനൊക്കെ അവർ മഫ്ഊലായിട്ട് വരുന്ന അവസരത്തിലാണ് ഈ ലമീറുകൾ വരാം. ഇയാക്ക നിന്നെ ഒരു പുരുഷനോട് പറയുമ്പോൾ, ഇയാക്കുമ നിങ്ങൾ 2 പേരെ, അല്ലെങ്കിൽ ഇയാക്കും നിങ്ങൾ കുറേ പേരെ. ഇയാക്കി നിന്നെ ഒരു സ്ത്രീയോട് പറയുമ്പോൾ, ഇയാക്കുമ നിങ്ങൾ 2 പേരെ, ഇയാക്കുന്ന നിങ്ങൾ കുറേ സ്ത്രീകളെ. ഇയായ എന്നെ, ഇയാന ഞങ്ങളെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ലമീറുകൾ അർത്ഥമായിട്ട് വരാം. അപ്പോൾ മുൻഫസിലായ ലമീർ, മർഫൂആയ ലമീറുണ്ട്, മൻസൂബായ ലമീറുണ്ട്. ഇനി മജ്റൂറായ ഒരു മുൻഫസിലായ ലമീർ അങ്ങനെ ഇല്ല. കാരണം ജറിൻ്റെ ഹർഫിൻ്റെ ശേഷം ആ ലമീർ വരുന്നുണ്ടെങ്കിൽ അത് ആ ജറിൻ്റെ ഹർഫിനോട് ചേർന്ന് മുത്തസിലായിട്ടേ വരുള്ളൂ. ലഹു എന്നേ വരുള്ളൂ. ലഹു, ലന ഞങ്ങളെ. ഇങ്ങനെയൊക്കെ ലാമിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ബിഹി, ബായിൻ്റെ ശേഷമൊക്കെ ലമീർ വരാണെങ്കിൽ മുത്തസിലായിട്ടേ വരുള്ളൂ. പിന്നെ ഇലാഫത്ത് കൊണ്ടാണ് പിന്നെ ജറുണ്ടാവുക. ഇലാഫത്തിൻ്റെ സമയത്ത് വരുമ്പോഴും ഒരു ഇസ്മിനെ ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ മുത്തസിലായിട്ടേ വരുള്ളൂ. ഉലാമുഹു എന്നൊക്കെ പറയും പോലെ. ഏതാവട്ടെ മജ്റൂറായി ഒരു മുൻഫസില ലമീർ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് മുൻഫസില ലമീറിനെ കുറിച്ച് പറയാം. ഇനി അടുത്തതാണ് മുത്തസില ലമീർ. മുത്തസില ലമീർ എന്ന് പറഞ്ഞാൽ ഫീലിനോട് ചേർന്ന് വരുന്ന ലമീറുകളാണ്. അലൈക്കും അസ്സലാം. ഇവിടെ മുത്തസില ലമീർ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി ലാ യുൻതഖു ബിഹി വഹ്ദഹു. ലാ യുൻതഖു ബിഹി, ആ ലമീറിനെ മൊഴിയാൻ സാധിക്കില്ല. വഹ്ദഹു സെപ്പറേറ്റ്, അതിന് മാത്രമായിട്ട് ഉച്ചരിക്കാൻ കഴിയില്ല. മറിച്ചോ വയത്തസിലു ദായിമൻ, അതെപ്പോഴും ചേർന്ന് വരും. ബി കലിമത്തുൻ ഉഖറ, മറ്റു കലിമത്തുമായിട്ട് ചേർന്ന് മാത്രം വരുന്ന ലമീറുകൾ. ഇതാണ് മുത്തസിലായ ലമീർ എന്ന് പറയാം. ഉദാഹരണത്തിന് സാഫർത്തു ഇലിൽ ഇസ്കന്ദരിയ, ഞാൻ അലക്സാണ്ട്രിയയിലേക്ക് ഞാൻ പോയി. ഇവിടെ സാഫർത്തു എന്ന് പറയുമ്പോൾ ആ ഫീലിനോട് കൂടെ ഒരു ലമീർ വരുന്നുണ്ട്. തു എന്നാണ് ആ ലമീർ. ഈ ലമീർ ഒരിക്കലും സെപ്പറേറ്റ് തു എന്ന് ഹുവ എന്ന് വന്നതുപോലെ തു എന്ന ലമീർ സെപ്പറേറ്റ് വരില്ല. ഇങ്ങനെ ഫീലിനോട് ചേർന്ന് മാത്രമേ അത്തരം ലമീർ വരുള്ളൂ.
ദഹബന ഇലൽ മൽഅബി, ഞങ്ങൾ മൽഅബിലേക്ക് പോയി. മൽഅബ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് എന്നർത്ഥം. അവിടെ ദഹബന ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ ദഹബ എന്നതിനോട് ചേർന്ന് കൊണ്ടാണ് നാ എന്ന ലമീർ വന്നിട്ടുള്ളത്. ഒരിക്കലും നാ എന്ന ലമീർ മാത്രമായിട്ട് ഒറ്റക്ക് വരില്ല. ഈ ഫീലിനോട് കൂടെയോ അല്ലെങ്കിൽ ഇസ്മിനോട് കൂടെയോ ഹർഫിനോട് കൂടെയൊക്കെ ചേർന്നുകൊണ്ട് മാത്രമേ നാ എന്ന ലമീർ വരുള്ളൂ. ലന എന്ന് പറയുമ്പോൾ ലാമിനോട് കൂടെ. ഇനി കലമുന ഞങ്ങളുടെ പേന എന്ന് പറയും, അപ്പോൾ കലമെന്ന് ഇസ്മിൻ്റെ കൂടെ വന്നു. അല്ലെങ്കിൽ ദഹബുന ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ അവിടെ ഫീലിൻ്റെ കൂടെ വന്നു. ഇങ്ങനെ മറ്റൊന്നിനോട് ചേർന്ന് മാത്രമേ ഇത്തരം ലമീറുകൾ വരുള്ളൂ. ഇതിലാണ് മുത്തസിലായ ലമീർ എന്ന് പറയാം. മുത്തസിലായ ലമീറുകൾ ഫീലിനോട് ചേർന്ന് വരുന്ന മർഫു ആയ, എപ്പോഴും മർഫു ആയിട്ട് വരുന്ന 5 ലമീറുകളുണ്ട്. അല്ലമാഇറുൽ മുത്തസിലത്തു ബിൽ അഫ്ആലി, ഫീലിനോട് ചേർന്ന് വരുന്ന ലമീറുകൾ. അൽ മർഫൂഅത്തു ദായിമൻ, എപ്പോഴും മർഫു ആയിക്കൊണ്ട് വരുന്ന ലമീറുകൾ. ഹിയ ഹംസത്തുൻ, അത് 5 എണ്ണാണ്. 5 ലമീറുകൾ എപ്പോഴും മർഫു ആയിക്കൊണ്ട് ഫീലിനോട് ചേർന്ന്, അപ്പോൾ ആ ഫീലിൻ്റെ ഫായിലായിട്ട് എന്നർത്ഥം, അങ്ങനെ വരുന്ന ലമീറുകളുണ്ട്. അതിലൊന്നാണ് താ. അശംസു ത്വലഅത്ത് എന്ന് പറയുമ്പോൾ ആ താ മാലിയായ ഫീലിൻ്റെ ശേഷം മാലിയായ ഫീലിനോട് ചേർന്ന് താ വരാറുണ്ട്. അശംസു ത്വലഅത്ത്, സൂര്യൻ ഉദിച്ചു. ഇവിടെ താ ലമീറാണ്, സുക്കൂനുള്ള താ. ഇനി ഹർക്കത്തുള്ള താ ഉണ്ടാവാറുണ്ട്. ലറബുത്തു, ഞാൻ അടിച്ചു. അല്ലെങ്കിൽ ലറബുത്ത, നീ അടിച്ചു, പുരുഷനോട് പറയുമ്പോൾ. അല്ലെങ്കിൽ ലറബുത്തി, ഒരു പെണ്ണിനോട് പറയുമ്പോൾ ലറബുത്തി, നീ അടിച്ചു. സെയ്ദിനെ. ഇവിടെ ആ തു, താ, തി ഇതൊക്കെ ലമീറുകളാണ്. ഈ താ എന്നുള്ളത് ഫീലിനോട് ചേർന്ന് വരുന്ന, എപ്പോഴും മർഫു ആയിട്ട് വരുന്ന ലമീറാണ്. മറ്റൊന്ന് അലിഫുൽ ഇസ്നൈനി, 2 ആളുകളുടെ മേൽ അറിയിക്കുന്ന മർഫു ലമീർ. ഉദാഹരണത്തിന് സാഫറ, മാലിയായ ഫീലിൻ്റെ കൂടെ വരാറുണ്ട്. സാഫറ, സാഫറ, സാഫറു. അവിടെ സാഫറ എന്ന തസ്നിയൻ്റെ കൂടെ വരുന്ന ലമീർ. അവർ 2 പുരുഷന്മാർ എന്നാണ് ആ അലിഫിൻ്റെ അർത്ഥം. യജി ആനി, അത് മുലാലിൻ്റെ കൂടെ വന്നു. യജി ആനി, അവർ 2 പുരുഷന്മാർ വരും. അവിടെ യജി എന്ന മുലാലിയായ ഫീലിൻ്റെ കൂടെ അലിഫ് വന്നു. ഇനി ഖാല യഖൂലു ഖൗലൻ ഫഹുവ ഖായിലുൻ, ഖാല യഖൂലിൻ്റെ അമ്രാണ്. കുൽ, നീ പറയും. ഖൂല, നിങ്ങൾ 2 പേർ പറയും. ഇവിടെ ഈ അമ്ര ഫീലിൻ്റെ കൂടെ ദമീർ വന്നു. തസ്നിയൻ്റെ ദമീർ വരുന്നുണ്ട്. ഇങ്ങനെ ഇസ്നൈനിയുടെ 2 ആളുടെ മേൽ അറിയിക്കുന്ന അലിഫ്, അത് മാലിയുടെ കൂടെ വരാം, മുലാലിയുടെ കൂടെ വരാം, അമ്രിൻ്റെ കൂടെ വരാം, ഒക്കെ വരാം. ഈ അലിഫും എപ്പോഴും ഫീലിനോട് ചേർന്ന് വരുന്ന മർഫു ആയ ലമീറാണ്. ഇതുപോലെ ഫീലിനോട് ചേർന്ന് വരുന്ന, എപ്പോഴും മർഫു ആയിട്ട് വരുന്ന 3ാമത്തെ ഒരു ലമീറാണ് വാവുൽ ജംഇൻ്റെ വാവ്. കാന, കാനാ, കാനൂ. കാനൂ എന്ന് പറയുമ്പോൾ ആ വാവ്, അത് അവർ കുറേ പുരുഷന്മാർ എന്നർത്ഥം വരുന്ന ഒരു ലമീറാണ്. ഇത് മാലിയായ ഫീലിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. ഇനി യദ്രിബൂന, യദ്രിബു, യദ്രിബാനി, യദ്രിബൂന. അവിടെ മുലാലിയായ ഫീലിൻ്റെ കൂടെയും ഈ ജംഇൻ്റെ വാവ് വരുന്നുണ്ട്. ഇനി ഇദ്ഹബു, അത് അമ്ര ഫീലാണ്. ഇദ്ഹബ്, നീ പോക്. ഇദ്ഹബ, നിങ്ങൾ 2 പുരുഷന്മാർ പോകൂ. ഇദ്ഹബു, നിങ്ങൾ കുറേ പുരുഷന്മാർ പോകൂ. അമ്രിൻ്റെ കൂടെയും ഈ വാവ് വരുന്നുണ്ട്. ഏതാവട്ടെ, ഈ ജംഇൻ്റെ വാവ് അത് എപ്പോഴും ഫീലിനോട് കൂടെ ചേർന്ന് വരുന്ന, എപ്പോഴും മർഫു ആയിട്ട് വരുന്ന ലമീറാണ്. 4ാമത്തെ ലമീറാണ് നിസ്വത്തിൻ്റെ നൂന്. നിസ്വത്ത് എന്ന് പറഞ്ഞാൽ നിസ്വത്ത് എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾ എന്നർത്ഥം. അപ്പോൾ ജംഅ മുഅന്നസാണ് നിസ്വത്ത്. ജംഅ മുഅന്നസിൻ്റെ നൂന് എന്നർത്ഥം. നൂന് നിസ്വത്ത് എന്ന് പറഞ്ഞാൽ മാ ദഹബുന ഇല സൂഖി, മാ ദഹബുന, ആ സ്ത്രീകൾ പോയിട്ടില്ല. ഇല സൂഖി, അങ്ങാടിയിലേക്ക് പോയിട്ടില്ല. അവിടെ ദഹബുന നൂന് ലമീറാണ്. ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത, ദഹബുന. ദഹബുന എന്നുള്ള നൂന് അവർ കുറേ സ്ത്രീകൾ എന്നർത്ഥം വരുന്ന ലമീറാണ്, നിസ്വത്തിൻ്റെ നൂന്. ഇത് മാദിയുടെ കൂടെ മാത്രമല്ല, മുദാരിയുടെ കൂടെയും വരും. സയ്യദ്ഹബുന, സയ്യദ്ഹബുന, സയ്യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, തദ്ഹബു, തദ്ഹബാനി, യദ്ഹബുന.
അവിടെ നൂന് മുലാരിയായ ഫീലിൻ്റെ കൂടെ ചേർന്ന് വന്നു. നിസ്ബത്തിൻ്റെ നൂനാണിത്. അവിടെ കുറേ സ്ത്രീകൾ പോകും എന്നർത്ഥം. എന്നപോലെ തന്നെ അമ്രിൻ്റെ കൂടെയും ആ നൂന് വരാറുണ്ട്. ഉൻസുർ, ഉൻസുറാ, ഉൻസുറു, ഉൻസുരി, ഉൻസുറ, ഉൻസുർന. കുറേ സ്ത്രീകളോട് അഭിസംബോധനയായിട്ട് പറയാണ്, നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിക്കുവീൻ. ഉൻസുർന, ഈ നൂന് നിസ്ബത്തിൻ്റെ നൂനാണ്. ഈ നിസ്ബത്തിൻ്റെ നൂന് എപ്പോഴും മർഫുവായിട്ട് വരുന്ന ഫീലിനോട് ചേർന്ന് വരുന്ന മുത്തസിലായ ദമീറാണ്. അഞ്ചാമത് ഇതുപോലെ ഫീലോട് ചേർന്ന് വരുന്ന എപ്പോഴും മർഫുവായിട്ട് വരുന്ന ദമീറാണ് മുഖാത്തബത്തിൻ്റെ യാ. തുമരിലീനനി ജയ്യിദൻ, തുമരിലീന, മറള യുമരിലു, യുമരിലു എന്ന് പറഞ്ഞാൽ രോഗപരിചരണം നടത്താൻ അർത്ഥം. യുമരിലു, യുമരിലാനി, യുമരിലൂന, തുമരിലു, തുമരിലാനി, യുമരിലുന, തുമരിലു, തുമരിലാനി, തുമരിലൂന, തുമരിലീന. ഒരു പെണ്ണിനോട് പറയാണ്, നീ രോഗപരിചരണം നടത്തുന്നു, നീ പരിചരിക്കുന്നു, നീ എന്നെ, തുമരിലീന, നീ എന്നെ പരിചരിക്കുന്നു, ജയ്യിദൻ, നല്ലവണ്ണം പരിചരിക്കുന്നു. അവിടെ തുമരിലീ എന്നുള്ള ആ നൂന്, ആ യാ, നൂനിന് മുമ്പുള്ള യാ, അത് മുഖാത്തബത്തിൻ്റെ യാ ആണ്, ദമീറാണ്. എപ്പോഴും മർഫുവായിട്ട് വരുന്ന, അതിവിടെ മഹലിൽ ഫായിലാണല്ലോ, തുമരിലൂൻ്റെ ഫായിലാണല്ലോ ആ യാ, മർഫുവായിട്ട് വരുന്ന ദമീറാണ്. കൂലി യാ ഫാത്തിമത്തു, അമ്ര ഫീലിൻ്റെ കൂടെയും ഈ യാ വരും. കുൽ, കൂലാ, കൂലു, കൂലി, ഓ പെണ്ണെ നീ പറയൂ, കൂലി. അവിടെ കുൽ എന്ന അമ്ര ഫീലിൻ്റെ ഫായിലാണ് ഈ യാ. ഇങ്ങനെ അമ്രിൻ്റെയും മുലാരിൻ്റെയും കൂടെയാണ് ഈ മുഖാത്തബത്തിൻ്റെ യാ വരിക. ഇതെപ്പോഴും മർഫുവായിട്ട് വരുന്ന ഫീലിനോട് ചേർന്ന് വരുന്ന മുത്തസിലായ ലമീറാണ്. അപ്പോൾ ഇങ്ങനെ 5 ലമീറുകളാണ് ഫീലിനോട് ചേർന്ന് വരുന്ന എപ്പോഴും മർഫുവായിട്ട് വരുന്ന ലമീറുകൾ. ഇനി ഒരു 3 ലമീറുകൾ, അതെപ്പോഴും മൻസൂബായിട്ട് വരുന്ന ലമീർ ഫീലിനോട് ചേർന്ന് വരുമ്പോൾ, അതാണ് യാ ഉൽ മുത്തകല്ലിമി, കാഫുൽ മുഖാത്തബി, ഹാ ഉൽ ഗായിബ്. ഇങ്ങനെ 3 ലമീറുകൾ. മുത്തകല്ലിമിൻ്റെ യാ, അതുപോലെ മുത്തകല്ലിമിൻ്റെ യാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലറബനി, എന്നെ അടിച്ചു, സെയ്ദുൻ, സെയ്ദ് എന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ ആ എന്നെ എന്നർത്ഥം വരാൻ ലറബൻ്റെ കൂടെ ഒരു ലമീർ ചേർന്ന് വന്നു. ലറബനി, ആ യാ മുത്തകല്ലിമിൻ്റെ യാ ആണ്, എന്നെ എന്നർത്ഥം. ഇതാണ് മുത്തകല്ലിമിൻ്റെ യാ. അതുപോലെ കാഫുൽ മുഖാത്തബ്, മുഖാത്തബിൻ്റെ കാഫ്, നിന്നെ, ബാങ്ക് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, മർഹബൻ ബിൽ ഖായിദ ബിൽ മർഹബൻ.
ഓക്കെ, നമുക്ക് തുടങ്ങാം. എല്ലാവരും ലൈനിലില്ലേ? അടുത്താണ് മുഖാത്തബിൻ്റെ കാഫ്, നിന്നെ എന്നർത്ഥം വരുന്ന കാഫ്. ലറബുത്തുക്ക, ഞാൻ നിന്നെ അടിച്ചു, അവിടെ കാഫ്. അതുപോലെ ഹാ ഉൽ ഗായിബ്, ഗായിബത്തിൻ്റെ ലമീറായിട്ട് വരുന്ന ഹാ. ലറബുത്തുഹു, ഞാൻ അവനെ അടിച്ചു. ലറബുത്തുഹു, ഹു എന്നുള്ളത്. ഇങ്ങനെ ഈ യാ മുത്തക്കലിമിൻ്റെ യാ, മുഖാത്തബിൻ്റെ കാഫ്, ഗായിബിൻ്റെ ഹാ, ഈ 3 ലമീറുകൾ ഇദത്തസറത്ത് ബിൽ അഫ്ആലി, അത് ഫീലിനോട് ചേർന്ന് വന്നാൽ കാനത്ത് ഫി മഹല്ലി നസ്ബിൻ, അത് നസ്ബിൻ്റെ മഹലിലായിരിക്കും ഫീലിനോട് ചേർന്ന് വരാണെങ്കിൽ. അതേസമയം ഇദത്തസറത്ത് ബിൽ അസ്മായി അവിൽ ഹുറൂഫി, ഇസ്മുകളോടോ ഹർഫുകളോടോ ചേർന്ന് വരാണെങ്കിൽ കാനത്ത് ഫി മഹല്ലി ജെറിൻ, അത് ജെറിൻ്റെ മഹലിലായിരിക്കും. അപ്പോൾ ഫീലിനോടാണ് ഈ ലമീറുകൾ ചേർന്ന് വരുന്നതെങ്കിൽ അത് ഫീലിൻ്റെ മഫ്ഊലായിട്ട് നസ്ബിൻ്റെ മഹലിലായിട്ട് സംഭവിക്കാം. ഇസ്മിനോട് ചേർന്ന് വരുമ്പോൾ മുലാഫിലേഹി ആയിരിക്കും, അങ്ങനെ ജറായിരിക്കും ഉണ്ടാവുക. ഹർഫിനോട്, ജെറിൻ്റെ ഹർഫിനോടൊക്കെ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ മജറൂറായിട്ടായിരിക്കും സംഭവിക്കുക, അപ്പോഴും ജെറിൻ്റെ മഹലിലാണ്. ഇതാണ് ഈ 3 ലമീറുകളുടെ പ്രത്യേകത. ഇതൊക്കെ മുത്തസിലായ ലമീറുകളാണ് കേട്ടോ. ഉദാഹരണം നോക്കൂ. നസറനി, എന്നെ സഹായിച്ചു. നസറ എന്ന ഫീലിനോട് കൂടെയാണ് യാ ചേർന്ന് വന്നിട്ടുള്ളത്. അവിടെ ആ യാ മഫ്ഊലാണ്, നസ്ബിൻ്റെ മഹലിലാണ്. ലറബുത്തുക്ക, ഞാൻ നിന്നെ അടിച്ചു. ക എന്നുള്ളത് ലറബിൻ്റെ മഫ്ഊലാണ്. നസറഹു, അവനെ സഹായിച്ചു. അവിടെ ഹു എന്നുള്ളത് നസറിൻ്റെ മഫ്ഊലാണ്. അപ്പോൾ ഈ യാവും കാഫും ഹു ഹാ ഒക്കെ ഫീലിനോട് ചേർന്ന് വരുമ്പോൾ അത് മൻസൂബായിട്ട് നസ്ബിൻ്റെ മഹലിലായിട്ട് വരാം. ഇനി കലമീ, എൻ്റെ പേന. ഹഖീബത്തുക്ക, നിൻ്റെ ബാഗ്. കിതാബുഹു, അവൻ്റെ കിതാബ്. ഇവിടെ ഈ യാവും കാഫും നേരത്തെയുള്ള അതേ യാവ് കാഫ് ഹാ, അത് കലമ് അല്ലെങ്കിൽ ഹഖീബത്ത് അല്ലെങ്കിൽ കിതാബ് ഇങ്ങനെ ഇസ്മുകളോട് ചേർന്ന് വന്നു. അപ്പോൾ അത് മുലാഫിലേഹി ആയിട്ട് ജെറിൻ്റെ മഹലിലാണ് ഉണ്ടാവുക. ഇനി അടുത്ത് ഖാല ലീ സെയ്ദുൻ, എന്നോട് സെയ്ദ് പറഞ്ഞു. നദർത്തു ലക്ക, ഞാൻ നിനക്ക് നേർച്ചയാക്കി കഥ ഇന്നാലിൻ്റെ കാര്യം. ലൈസ ലഹു അഖിലുൻ, അവന് അഖിലില്ല, ബുദ്ധിയില്ല. ഇവിടെ യാ കാഫ് ഹാ ഇതൊക്കെ ലാം എന്ന ഹർഫിനോട് ചേർന്ന് വന്നു. അങ്ങനെ ഹർഫിനോട് ചേർന്ന് വരുമ്പോൾ ആ ഹർഫിൻ്റെ മജ്റൂറായിക്കൊണ്ട് ഉണ്ടാവാം. അപ്പോൾ ഇസ്മിനോട് ചേർന്ന് വരുമ്പോഴും ഫീലിനോട് ചേർന്ന് വരുമ്പോഴും ജെറിൻ്റെ മഹലിലാണ്, ഫീലിനോട് ചേർന്ന് വരുമ്പോൾ നസ്ബിൻ്റെ മഹലിൽ. ഇനി ഒരു ലമീർ കൂടി പറയാണ്ട് മുത്തസിലായ, അതാണ് നാ എന്ന ലമീർ. നാ എന്ന ലമീർ അത് മർഫുവായും മൻസൂബായും മജറൂറായിട്ടും ഒക്കെ സംഭവിക്കുന്നൊരു ലമീറാണ് നാ എന്നുള്ളത്. ലിറഫ്ഇ വന്നസ്ബി വജല്ലിൻ നാ സ്വലഹ്, റഫ്ഇനും ജറിനും നസ്ബിനും ഒക്കെ പറ്റുന്ന ഒരു ലമീറാണ് നാ എന്നുള്ളത്. ദഹബ്ന ഇലൽ മസ്ജിദി, ദഹബ്ന ഞങ്ങൾ പോയി, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. അവിടെ നാ എന്നുള്ളത് ഫായിലാണ്, ദഹബിൻ്റെ റഫ്ഇൻ്റെ മഹലിലാണ്. ഇനി നസറന, ഞങ്ങളെ സഹായിച്ചു. അഹൂന, ഞങ്ങളുടെ കൂട്ടുകാരൻ, ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെ സഹായിച്ചു. അവിടെ നസറന എന്ന് പറയുമ്പോൾ നസറിൻ്റെ മഫ്ഊലാണ് നാ എന്നുള്ളത്. ഞങ്ങളെ സഹായിച്ചു. ആര്? അഹൂന, ഞങ്ങളുടെ സഹോദരൻ. ഈ അഹാണ് നസറിൻ്റെ ഫായിൽ. അപ്പോൾ നസറന എന്നത് നാ മഫ്ഊലാണ്, അപ്പോൾ നസ്ബിൻ്റെ മഹലിൽ സംഭവിച്ചു. ഞങ്ങൾ സഹായിച്ചതാണ് അഹൂന, ഞങ്ങളുടെ സഹോദരൻ. ഈ അഹി എന്നതിനെ നാ എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഹൂന എന്നതിലെ നാ മുലാഫിലേഹിയാണ്, ജറിൻ്റെ മഹലിലാണ്. അപ്പോൾ നാ എന്നുള്ള ലമീർ റഫ്ഇന് പറ്റി ദഹബ്ന, നസ്ബിന് പറ്റി നസറന, ജറിനും പറ്റി അഹൂന. ഇങ്ങനെ 3 ഇറാബിനും കൂടി വരുന്ന ഒറ്റ ലമീറേ ഉള്ളൂ, അത് ഈ നാ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ യാ കാഫ് ഹാ അതൊക്കെ നസ്ബിൻ്റെയും അതുപോലെ ജറിൻ്റെയും മഹലിൽ വരുന്ന ലമീറുകളായിരുന്നു, റഫിൻ്റെ മഹലിൽ വരില്ല. അതിൻ്റെ മുമ്പ് പറഞ്ഞ 5 ലമീറുകൾ താ, അലിഫ്, വാവ്, മുഖാത്തബത്തിൻ്റെ യാ, അതുപോലെ തന്നെ നൂനു നിസ്വത്ത്, അതൊക്കെ റഫിൻ്റെ മഹലിൽ മാത്രം വരുന്ന ലമീറുകളുമാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മുത്തസില ലമീറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ മുൻഫസില ലമീർ പറഞ്ഞു, അതിൽ മർഫൂ ഉണ്ട്, മൻസൂബും ഉണ്ട്. അതേപോലെ മുത്തസില ലമീറും പറഞ്ഞു. മുത്തസില ലമീറിൽ 3 ഏറാബിനും വരുന്ന ലമീറുണ്ട്, അല്ല നസ്ബിനും ജറിനും മാത്രം വരുന്ന ലമീറുണ്ട്, റഫ്ഇന് മാത്രം വരുന്ന ലമീറുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്. ഇനി അടുത്ത കാറ്റഗറിയാണ് മുസ്തത്തിറ ലമീർ. മുസ്തത്തിറ ലമീർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് കാണാൻ കഴിയാത്ത ലമീറാണ്. ഫീലിൽ മറഞ്ഞിരിക്കുന്ന ലമീറായിരിക്കും. ഹുവ ലമീറുൻ ഇത്തസല ബിൽ ഫിഅലി. മുസ്തത്തിറ ലമീർ എന്ന് പറഞ്ഞാൽ അതൊരു ലമീറാണ്. ഇത്തസല ബിൽ ഫിഅലി, അത് ഫീലിനോട് ചേർന്ന് വരും. മിൻ ഗൈരി അൻ യദ്ഹറ ഫിൽ ലഫ്ളി, ലഫ്ളിൽ ലാഹിറാകാതെ. ലഫ്ളിൽ ഒരിക്കലും അത് കാണാൻ കഴിയില്ല. ലഫ്ളിൽ ലാഹിറാകാതെ ഫീലിനോട് ചേർന്ന് വരുന്ന ലമീറാണ് മുസ്തത്തിറായ ലമീർ. അൽ ലമീറുൽ മുസ്തത്തിറു ഫിൽ ഫിഅലിൽ മാലി. ഇവിടെ മാലിയായ ഫീലിൽ മറഞ്ഞു വരുന്ന ലമീറുകളുണ്ട്, മുലാരിയായ ഫീലിൽ മറഞ്ഞു വരുന്ന ലമീറുണ്ട്, അമ്രു ഫീലിൽ മറഞ്ഞു വരുന്ന ലമീറൊക്കെ ഉണ്ട്. മാലിയായ ഫീലിൽ മറഞ്ഞു വരുന്ന ലമീറാണ് ഹുവ എന്ന് നമ്മൾ സങ്കല്പിക്കുന്നൊരു ലമീർ. ഇപ്പോൾ അൽ ജമലു ബറക്ക, അൽ ജമലു ഒട്ടകം, ബറക്ക അത് മുട്ടുകുത്തി, ബറക്ക ഈ ബറക്കു എന്ന് പറഞ്ഞാൽ മുട്ടുകുത്ത നടത്തം, ഒട്ടകം മുട്ടുകുത്തി ബറക്ക. ഈ ബറക്ക എന്നൊരു ഒരു മുസ്തത്തിറ ലമീറുണ്ട്, ജമലിലേക്ക് മടങ്ങുന്ന ഒരു ലമീറുണ്ട്. ആ ലമീർ നമ്മൾ ഹുവ എന്നൊക്കെ സങ്കല്പിക്കും. ഈ ഒറ്റ ലമീർ മാത്രമാണ് മാലിയിൽ മുസ്തത്തിറ ലമീർ. മാലിയ ഫീൽ സർഫാക്കുമ്പോൾ ലറബ ലറബ ലറബു, ലറബത്ത് ലറബത്ത ലറബിന, ലറബ്ത ലറബ്തുമ ലറബുത്തും, ലറബുത്തി ലറബുത്തുമ ലറബുത്തുന്ന, ലറബുത്തു ലറബുന ഒക്കെ സർഫാക്കുമ്പോൾ ഇത് ഒന്നാമത്തെ ലറബ എന്നതിൽ മാത്രമാണ് മുസ്തത്തിറ ലമീർ ഉള്ളത്. ബാക്കിയൊക്കെ ലറബ അലിഫ് ചേർന്ന് വന്നിട്ടുണ്ട്, അവിടെ മുത്തസില ലമീറാണ്, മുസ്തത്തിറ അല്ല. ലറബു അവിടെ വാവ്, അതും മുത്തസില ലമീറാണ്. മറഞ്ഞു വരുന്ന ലമീർ ഒന്നാമത്തെ ആ ലറബ എന്നതിലുള്ള ലമീർ മാത്രമാണ്. ഇനി അൽ ലമീറുൽ മുസ്തത്തിറു ഫിൽ മുലാരി. ഇനി മുലാരിയായ ഫീലിൽ മറഞ്ഞു വരുന്ന ലമീർ, അത് ഒരുപാട് ലമീറുകളുണ്ട്. യഖ്തലിഫു തഖ്ദീറുഹു, അതിനെ സങ്കല്പിക്കുന്ന കോലങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടു വരും. ബിഖ്തിലാഫി ഹുറൂഫിൽ മുലാറ, ആ മുലാരിയായ ഫീലിൻ്റെ തുടക്കത്തിലുള്ള ഹർഫുൽ മുലാറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ രൂപങ്ങളിലാണ് ലമീറുകളെ നമ്മൾ തഖ്ദീർ ചെയ്യുക. ഉദാഹരണം യഖൂലു, യാ കൊണ്ട് തുടങ്ങുന്ന യഖൂലു, സെയ്ദുൻ യഖൂലു എന്നൊക്കെ പറയുമ്പോൾ യഖൂലിൻ്റെ ലമീറുണ്ട്, സെയ്ദിലേക്ക് മടങ്ങുന്ന ലമീർ. അവിടെ ഹുവ എന്നാണ് സങ്കല്പിക്കുക, യഖൂലു. ഇനി തഖൂലുണ്ട്, യഖൂലു സർഫാക്കുമ്പോൾ യഖൂലു, യഖൂലാനി, യഖൂലൂന, തഖൂലു. ഈ തഖൂലു എന്നത് അവൾ ഒരു സ്ത്രീ പറയും എന്നർത്ഥം. അവിടെ നമ്മൾ താ കൊണ്ട് തുടങ്ങുന്ന ഈ തഖൂലു എന്നതിൽ ഹിയ എന്ന ലമീറാണ് നമ്മൾ സങ്കല്പിക്കുക, അവൾ ഒരു സ്ത്രീ പറയും എന്നർത്ഥം. വീണ്ടും സർഫാക്കിയിട്ട് തഖൂലു, തഖൂലാനി, തഖൂലൂന. എവിടെത്തി? യഖൂലു, യഖൂലാനി, യഖൂലൂന, തഖൂലു. പിന്നെ തഖൂലാനി, യഖുൽന. പിന്നെ അടുത്ത തഖൂലു, തഖൂലിനർത്ഥം നീ ഒരു പുരുഷൻ പറയുമെന്നാണ്. അവിടെ തഖൂലുവിൻ്റെ അവിടെ അൻത എന്ന ലമീറാണ് നമ്മൾ സങ്കല്പിക്കുക, തഖ്ദീർ ചെയ്യുക. അത് വീണ്ടും സർഫാക്കി തഖൂലു, തഖൂലാനി, തഖൂലൂന, തഖൂലീന, തഖൂലാനി, തഖുൽന, അഖൂലു. ഇനി അവിടെ നിന്ന് മുസ്തത്തിർ വരുന്നത് അഖൂലു. അവിടെ ഹംസ കൊണ്ട് തുടങ്ങുന്ന അഖൂലു എന്നതിൽ അന എന്നാണ് സങ്കല്പിക്കുക. പിന്നെ നഖൂലു, ഞങ്ങൾ പറയും, അവിടെ നഹനു എന്നാണ് സങ്കല്പിക്കുക. ഇങ്ങനെ 5 തരം ലമീറുകളാണ് മുലാരിയായ ഫീലിൽ സങ്കല്പിക്കുന്ന ലമീറുകൾ. യാ കൊണ്ട് തുടങ്ങുമ്പോൾ ഹുവ എന്ന് സങ്കല്പിക്കും. അതുപോലെ ഹംസ കൊണ്ട് തുടങ്ങുമ്പോൾ അന എന്നും, നൂന് കൊണ്ട് തുടങ്ങുമ്പോൾ നഹനു എന്നും സങ്കല്പിക്കും. താ കൊണ്ട് തുടങ്ങുമ്പോൾ അവിടെ ഹിയ എന്ന സങ്കല്പമുണ്ട്, അൻത എന്ന സങ്കല്പമുണ്ട്. തഖൂലു എന്ന അർത്ഥം ഏത് അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് അതിലേക്ക് നോക്കിയിട്ട് അതിനോട് യോജിച്ച ലമീർ നമ്മൾ സങ്കല്പിക്കും. ഇനി അമ്രു ഫീൽ. അമ്രു ഫീലിൽ ചേർന്ന് വരുന്ന ലമീർ, ചേർന്ന് വരുന്ന ലമീർ അല്ല, അതിൽ മുസ്തത്തിറായി വരുന്ന ലമീർ അൻത എന്നാണ് നമ്മൾ സങ്കല്പിക്കുക. പിന്നെ നള്ളിഫ് സിയാബക്ക്, നീ നിൻ്റെ വസ്ത്രം വൃത്തിയാക്ക്. നള്ളിഫ്.
അവിടെ നല്ലിഫ് ഇതിൽ ഒരു ലമീറുണ്ട്, അൻത എന്ന ലമീർ. ആ ഒന്നാമത്തെ രൂപത്തിൽ മാത്രമേ മുസ്തത്തിറായ ലമീർ ഉണ്ടാവുള്ളൂ. പിന്നെ നല്ലിഫ എന്ന് പറയുമ്പോൾ അലിഫ് ചേർന്ന് വരുന്ന ലമീറാണ്. നല്ലിഫു വാവ് ചേർന്ന് വരുന്നുണ്ട്, നല്ലിഫി യാ ചേർന്ന് വരുന്നുണ്ട്, നല്ലിഫ അലിഫ് ചേർന്ന് വരുന്നു, നല്ലിഫ്ന നൂന് ചേർന്ന് വരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ഈ നല്ലിഫ് എന്നിടത്ത് മാത്രമേ ലമീർ സങ്കല്പിച്ച് വരുന്നുള്ളൂ, മുസ്തത്തിറായിട്ട് വരുന്നുള്ളൂ. അത് മാദിയിലും അമ്രിലൊക്കെ ഒറ്റ ലമീറേ ഉള്ളൂ. മാദിയിൽ ഹുവ എന്ന് നമ്മൾ സങ്കല്പിക്കും, അമ്രിൽ അൻത എന്ന് സങ്കല്പിക്കും. മുലാരിയിൽ പിന്നെ ആ മുലാരിയായ ഫീൽ ഏത് അക്ഷരം കൊണ്ട് തുടങ്ങുന്നുണ്ടോ അതിനനുസരിച്ച് ലമീറുകൾ നമ്മൾ സങ്കല്പിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒന്ന് ചുരുക്കി പറയാം. ലമീറുകൾ നേരത്തെ പറഞ്ഞ വിഷയം ഒന്ന് ചാർട്ടാക്കി പറയുകയാണെങ്കിൽ ലമീറുകൾ എന്നുണ്ട്, മുൻഫസിലുണ്ട്, മുത്തസിലത്തുണ്ട്, മുസ്തത്തിറത്തുണ്ട്. ഈ 3 രൂപത്തിൽ ലമീറുകളുണ്ട്. മുൻഫസില ലമീറിൻ്റെ കൂട്ടത്തിൽ മർഫൂ ആയ ലമീറുണ്ട്, മൻസൂബായ ലമീറുണ്ട്. മർഫൂ ആയ ലമീറാണ് ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹനു എന്നൊക്കെ പറഞ്ഞ ലമീർ. മൻസൂബായ ലമീറാണ് ഇയാഹു ഇയാഹുമ ഇയാഹും, ഇയാഹ ഇയാഹുമ ഇയാഹുന്ന, ഇയാക്ക ഇയാക്കുമ ഇയാക്കും, ഇയാക്ക് ഇയാക്കുമ ഇയാക്കുന്ന, ഇയായ ഇയാന എന്ന് പറഞ്ഞ ലമീറുകൾ. ഇനി അതുപോലെ അടുത്തതാണ് മുത്തസില ലമീർ. മുത്തസില ലമീർ ആകുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു റഫ്ഇൻ്റെ മഹലിൽ മാത്രം വരുന്ന മുസ്തത്തില ലമീറുണ്ട്, നസ്ബിൻ്റെയും ജറിൻ്റെയും മഹലിൽ വരുന്ന ലമീറുണ്ട്, പിന്നെ റഫ്ഇൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും മഹലിൽ വരുന്ന ലമീറുണ്ട്. റഫിൻ്റെ അവസരത്തിൽ മാത്രം വരുന്ന ലമീർ 5 എണ്ണമാണ്. ഫഅലു എന്നതിലെ വാവ്, ഫഅല അലിഫ്, ഫഅൽന അവിടെ നൂന്, തഫ്അലീന അവിടെ യാ, ഫഅൽത താ. ഇങ്ങനെ വാനൈത്തു എന്ന് പറയുമ്പോൾ 5 അക്ഷരം ഉണ്ടല്ലോ. ഈ 5 ലമീറുകളാണ് റഫിൻ്റെ മഹലിൽ മാത്രമായിട്ട് വരുന്ന ലമീർ. പിന്നെ മുത്തസിലായ നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ വരുന്ന ലമീറാണ് ഹൈക്ക എന്നുള്ളതിലുള്ള ആ 3 ലമീറുകൾ, ഹാ യാ കാഫ്. ഹാ ഗൈബത്തിൻ്റെ ഹാ ആണ്, യാ മുഖാത്തബത്തിൻ്റെ അല്ല മുത്തകല്ലിമിൻ്റെ യാ ആണ്, കാഫ് മുഖാത്തബിൻ്റെ കാഫ്. അക്രംതുഹു കലമുഹു, അക്രമനി കലമി, പിന്നെ അക്രംതുക കലമുക്ക. ഇനി നസ്ബിൻ്റെയും ജറിൻ്റെയും റഫിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും മഹലിൽ വരുന്ന ലമീറാണ് ന എന്നുള്ളത്. അക്രംന, ഉസ്താദന, അക്രമന, അവിടെയൊക്കെ വേറെ വേറെ മഹലിലാണ് ലമീർ വന്നിട്ടുള്ളത്. ഇനി മുസ്തത്തിറ ലമീർ. മുസ്തത്തിറ ലമീർ മാദിയായ ഫീലിൽ സങ്കല്പിക്കുന്ന ലമീർ ഹുവ എന്ന് മാത്രമാണ്. മുദാരിയിൽ യഫ്അലൂല് ഹുവ സങ്കല്പിക്കുന്നു, തഫ്അലൂല് ഹിയ, അടുത്ത തഫ്അലൂല് അൻത, പിന്നെ അഫ്അലൂല് അന, നഫ്അലൂല് നഹനു ഇങ്ങനെയൊക്കെ സങ്കല്പിക്കുന്നു. അമ്ർ ഫീലാകുമ്പോൾ അവിടെ അൻത എന്ന ലമീറിനെ സങ്കല്പിക്കുക, നല്ലിഫ്. ഇതാണ് ലമീറുകളെ കുറിച്ച് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ മാരിഫിയായ ഇസ്മുകളുടെ രണ്ടാമത്തെ കിസ്മാണ് ലമീറുകൾ. ആ ലമീറുകളുടെ പലവിധ കിസ്മുകളാണ് നമ്മൾ പറഞ്ഞത്. ലമീറുമായി ബന്ധപ്പെട്ട അല്പം ചില ചോദ്യങ്ങളാവാം. PSC HSC അറബിക്കിന് ചോദിച്ചൊരു ചോദ്യം. ഹാദാ കിതാബു ത്വാഹ ഹുസൈൻ ഖറഅതുഹു 3 മറാത്തിൻ അദ്കുറു കസീറൻ മിൻ ഖസസിഹി. ഇതൊരു ജുംലയാണ്. നമ്മൾ ചോദ്യം എന്താണ്? അൽ അസ്മാഉ നക്കിറത്തു ഫി ഹാദിഹിൽ ഫിഖ്റ. ഈ ഒരു ഫിഖ്റയിൽ, ഈ ഒരു സെൻറ്റൻസിൽ, ഈ ഒരു പാരഗ്രാഫിൽ നക്കിറയായി വന്ന ഇസ്മുകൾ ഏതൊക്കെ? നേരത്തെ പറഞ്ഞ ജുംലയിൽ ഇസ്മുകളും ഫീലുകളും ഹർഫുകളൊക്കെ ഉണ്ട്. അതിൽ നക്കിറായ ഇസ്മുകളും മാരിഫ ഇസ്മുകളും അതുമുണ്ട്. അതിൽ നക്കിറായ ഇസ്മുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ഹാദ, പിന്നെ ഖറഅതുഹു എന്നിലെ ഹു, കിതാബ്,
പിന്നെ അല്ലദി, സലാസ്, മറാത്ത്, കസീറൻ, ഖസസ്, കിതാബ്. ഓക്കെ, പലരും പല ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ബി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തവരുണ്ട്. ഓക്കെ, ബി ഒന്നാമത്തെ ഓപ്ഷനിൽ ശരിയാവില്ല. കാരണം അതിൽ ഒരു മാരിഫ് ഉണ്ട്. ഒന്നല്ല, 2 മാരിഫ് ഉണ്ട്. ഏതൊക്കെയാണ് ഒന്നാമത്തെ ഓപ്ഷനിലുള്ള മാരിഫുകൾ? ഏതൊക്കെയാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ? പറഞ്ഞോളൂ. ഹാദ എന്ന ഇഷാറത്തിൻ്റെ ഇസ്മ്, അത് മാരിഫാണ്. പിന്നെ ഹൂ എന്നുള്ളത് അല്ലേ? അല്ലെ ഹൂ എന്നാട്ടോ, തുഹു എന്നൊക്കെ ഉള്ള ഹൂ ഉണ്ടല്ലോ, ആ ഹൂ ആണ് മുത്തസില ലമീർ. അപ്പോൾ ഈ ലമീറൊക്കെ മാരിഫാണല്ലോ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാവില്ല. അതിന് കാരണം എന്താ? അതിലൊരു മാരിഫ് ഉണ്ട്. ഏതാണ്? ആ, വാവ് അത്തഫിൻ്റെ കൊടുത്താണ്. വാവ് അത്തഫിന് വേണ്ടി കൊടുത്താട്ടോ. ഹാദ വ ഹു വ കിതാബ്. എല്ലായിടത്തും വാവ് ഉണ്ടല്ലോ, അപ്പോൾ ഇഷ്കാല് വരില്ല. എല്ലായിടത്തും ആ വാവ് കൊടുത്തിട്ടുണ്ട്. അത്തഫിന് വേണ്ടിയിട്ട് കൊടുത്ത വാവാണത്, ആൻഡ് എന്ന അർത്ഥത്തിന്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷനിൽ മാരിഫ് ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനിൽ മാരിഫ് ആയിട്ട് കേൾക്കുന്നില്ലേ? രണ്ടാമത്തെ ഓപ്ഷനിൽ മാരിഫയായിട്ട് വന്ന ഇസ്മ ഏതാണ് എന്ന് ചോദ്യം. ഇപ്പോൾ അല്ലദി എന്നുള്ളതാണ് രണ്ടാമത്തേൽ മാരിഫയായി വന്നത്. അല്ലദി എന്നുള്ളത് മൗസൂലകളാണ്, മൗസൂല. കേൾക്കുന്നില്ല എന്ന് പറയുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ആർക്കും കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ അല്ലദി എന്നത് മൗസൂലയാണ്. അത് രണ്ടാമത്തെ ഓപ്ഷനിൽ മാരിഫയായിട്ട് വന്ന ഇസ്മാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഓപ്ഷൻ ശരിയാവില്ല. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനിൽ ഏതാ മാരിഫയായിട്ട് വന്നത്? മൂന്നാമത്തെ ഓപ്ഷൻ മാരിഫയായിട്ട് വന്നത് ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷനിൽ അതെ, ഖസസ്. എന്താ അത് മാരിഫ ആവാനുള്ള കാരണം? മാരിഫയാണെന്ന് പറയാൻ കാരണം അല്ല, ഖസസ് എന്ന് പറഞ്ഞാൽ അതിലെ കഥകൾ എന്നൊക്കെ അർത്ഥട്ടോ. ഇപ്പോൾ താഹ ഹുസൈൻ്റെ കിതാബ് ഞാൻ വായിച്ചു. ഖറഅതുഹു സലാസ മറാത്തിൻ, 3 തവണ അത് വായിച്ചിട്ടുണ്ട്. അദ്കുറു, ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. കസീറൻ മിൻ ഖസസിഹി, അതിലെ കിസ്സകൾ എന്ന് പറഞ്ഞാൽ അതിലെ കഥകൾ, സ്റ്റോറികളിൽ നിന്ന് ധാരാളം സ്റ്റോറികൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോറികൾ എന്നർത്ഥം. ആ അതെ അതെ, ആ ത്വാഹ ഹുസൈനിക്കുന്നോ അല്ലെങ്കിൽ ആ കിതാബിക്ക് മടക്കാം. കിതാബ് ത്വാഹ ഹുസൈൻ്റെ കിതാബ്, അതിലേക്ക് ലമീർ മടങ്ങുന്നത്. ഏതാവട്ടെ, ആ ലമീർ, ആ ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തു. ലമീർ മാരിഫയാണെന്ന് ഉറപ്പാണ്. ആ ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട പദമാണ് ഖസസ് എന്നുള്ളത്. അതുകൊണ്ട് അതും മാരിഫയാണ്. ഓക്കെ, പിന്നെ നാലാമത്തെ ഓപ്ഷൻ. നാലാമത്തേൽ ഇപ്പോൾ സലാസ് എന്നുള്ളതുണ്ട്, മറാത്ത് ഉണ്ട്, കസീറൻ എന്നുള്ളതുണ്ട്. ഈ 3ഉം നക്കിറയായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം മാരിഫയിൽ നമ്മൾ പറഞ്ഞ 6 കിസ്മിലും പെട്ടതല്ല ഈ 3ഉം. അപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് അവിടെ ശരിയായ ഓപ്ഷൻ, സലാസ്, മറാത്ത്, കസീറൻ. ഇനി അടുത്ത ചോദ്യം കേട്ടോ, കേട്ടിട്ട് 2022 ചോദിച്ച ചോദ്യമാണ്. മിനൽ അസ്മാഇൽ മാരിഫത്തി, മാരിഫയായ ഇസ്മുകളിൽ പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ആൻസർ ചെയ്തോളി. ഓക്കെ ഓക്കെ, ഡി എന്ന ഓപ്ഷനാണ് ശരിയായ ഓപ്ഷൻ അല്ലേ. അലമ്, അതുപോലെ ഇസ്മുൽ ഇഷാറ, ലമീർ, ഇതൊക്കെ നമ്മൾ മാരിഫയുടെ കൂട്ടത്തിൽ എണ്ണിയതാണ്. അപ്പോൾ കുല്ലുൻ സ്വഹീഹുൻ എന്നുള്ള നാലാമത്തെ ഓപ്ഷനാണ് അവിടെ സ്വഹീഹ്. ഇനി അടുത്ത ചോദ്യം, ഹുവ മൂലഉൻ ബില്ലഅബ്. ഹുവ മൂലഉൻ ബില്ലഅബ്. ഫി ഹാദിൽ ജുംലത്തി കലിമത്തു ഹുവ ലൈസ മിൻ ഡാഷ്. അർത്ഥം എന്താണ്? ഹുവ അവൻ, മൂലഉൻ ബില്ലഅബ് കളിയിൽ പൂണ്ട് പിടിച്ചവനാണ് എന്നാണ് അർത്ഥം വെക്കാറ്. അതായത് കളിയിൽ മുഴുകിയ ആളാണ് അവൻ, കളിയിൽ മുഴുകിയ ആൾ.
ഇതിലെ ഹുവ എന്നുള്ളത് എന്തിൽപ്പെട്ടതല്ല? ഇസ്മിൽപ്പെട്ടതല്ല എന്നാണോ? മാരിഫയിൽപ്പെട്ടതല്ല, നക്കിറയിൽപ്പെട്ടതല്ല, ലമീറിൽപ്പെട്ടതല്ല, ഏതാ? ഓക്കെ, സി എന്ന നിങ്ങൾക്ക് സെലക്ട് ചെയ്ത ഓപ്ഷനാണ് ശരി, നക്കിറ. കാരണം ഹുവ എന്നുള്ളത് ലമീറാണ്. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ ലമീറാണ് കേട്ടോ. പിന്നെ ലമീറൊക്കെ മാരിഫയായ ഇസ്മാണല്ലോ. അപ്പോൾ ഹുവ എന്നുള്ളത് ഇസ്മുമാണ്, മാരിഫയാണ്, ലമീറോണക്കുമാണ്. പെടാത്തത് ഇപ്പോൾ നക്കിറ എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരമായിട്ട് വരാം. ഓക്കെ, ഇനി അവിടെ അടുത്ത കാറ്റഗറി നമ്മൾ മാരിഫയായ ഇസ്മുകളിലെ ആദ്യം അലമിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ലമീറുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ അല്പം ചോദ്യങ്ങൾ ചോദിച്ചു. ഇനി മൗസൂലകളെ കുറിച്ച്. മാരിഫയിലെ മൂന്നാമത്തെ കിസ്മാണ് അസ്മാഉൽ മൗസൂല. നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടെങ്കിൽ ഇന്ന് ഡൗട്ട് ചോദിക്കലാവാം. മൗസൂല നമുക്ക് നാളെ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടില്ലെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. മൂന്നാമത്തെ ഇതാണ് അൽ അസ്മാഉൽ മൗസൂല. മൗസൂലയുടെ ഇസ്മുകൾ. അൽ ഇസ്മുൽ മൗസൂൽ എന്ന് പറഞ്ഞാൽ ഹുവ ഇസ്മുൻ മാരിഫത്തുൻ യതഅയ്യനുൽ മഖ്സൂദു മിൻഹു ബി ജുംലത്തിൻ ബഅദഹു തുസമ്മാ സിലത്തൻ. ഹുവ ഇസ്മുൻ മാരിഫത്തുൻ, അത് മാരിഫിയായ ഇസ്മായിരിക്കും. യതഅയ്യനുൽ മഖ്സൂദു മിൻഹു ബി ജുംലത്തിൻ ബഅദഹു, ആ മാരിഫിയായ ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്ന് ശേഷമുള്ള ഒരു ജുംല പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ആ ജുംലക്കാണ് തുസമ്മ സ്വിലത്തൻ, സ്വില എന്ന് പറയാം. അപ്പോൾ മാരിഫിയായ ഇസ്മാണ് മൗസൂല, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് നമുക്ക് മനസ്സിലാവില്ല. ഉദ്ദേശം മനസ്സിലാവില്ലപ്പോഴാണ് ബി ജുംലത്തിൻ ബഅദഹു, ശേഷം ഒരു ജുംല, ഈ മൗസൂലെ വിശദീകരിച്ചുകൊണ്ട് ഒരു ജുംല വരും. ആ ജുംല പറയുമ്പോൾ ആണ് നമുക്ക് ഈ മൗസൂല കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണ്, എന്താണ് എന്നൊക്കെ മനസ്സിലാവാം. ആ ജുംലക്കാണ് സ്വില എന്ന് പറയാം. ഉദാഹരണം പറയാം. ജാ ത്വാലിബു അല്ലദീ യഹ്തരിമു മുദരിസഹു. ജാ വന്നു, അത്വാലിബു ആ വിദ്യാർത്ഥി വന്നു, അല്ലദീ എങ്ങനെയുള്ള വിദ്യാർത്ഥിയാണ്, യഹ്തരിമു അവൻ ആദരിക്കുന്നു, മുദരിസഹു അവൻ്റെ മുദരിസിനെ ആദരിക്കുന്നു, അങ്ങനെയുള്ള ത്വാലിബ് വിദ്യാർത്ഥി വന്നു. ഇവിടെ അല്ലദീ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലദീ മൗസൂലാണ്, പക്ഷേ അവിടെ ഉദ്ദേശം ആരാണ് തിരിയണമെങ്കിൽ ശേഷം ഒരു ജുംല പറയണം. ആ ജുംലാണ് യഹ്തരിമു മുദരിസഹു. ഇങ്ങനെ ജുംല പറയുമ്പോൾ ആ ജുംലക്കാണ് സ്വില എന്ന് പറയാം. ഏതാവട്ടെ ആ ജുംല കൊണ്ട് മാത്രമേ അല്ലദീ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ളൊരു മാരിഫിയായ ഇസ്മിനാണ് നമ്മൾ മൗസൂലിൻ്റെ ഇസ്മു എന്ന് പറയാം. അഹ്തരിമു ഞാൻ ആദരിക്കുന്നു, അൽ മർഅ ഒരു വ്യക്തിയെ, അല്ലദീ എങ്ങനെയുള്ള വ്യക്തിയാണെന്നറിയോ, ഫീഹി അവനിലുണ്ട് ഹസ്ലത്തുൻ മിനൽ ഹയാ ലജ്ജയിൽ നിന്നുള്ള ഒരു സ്വഭാവം, ലജ്ജ എന്ന ഒരു വിശേഷണം അവനുണ്ട്, അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞാൻ ആദരിക്കുന്നു. ഇവിടെ അല്ലദീ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ശേഷമുള്ള ജുംല പറയണം. ഇങ്ങനെയുള്ള ഇസ്മിനാണ് മൗസൂലയുടെ ഇസ്മു എന്ന് പറയാം. ഇവിടെ യജിബു അൻ തശ്തമില സിലത്തു അലാ ലമീരിൻ യഊദു അൽ മൗസൂലി യുസമ്മ ആയിദൻ. ഈ ശേഷമുള്ള ജുംല ഉണ്ടല്ലോ, സിലയായിട്ട് വരുന്ന ജുംല, ആ ജുംലയിൽ ഒരു ലമീർ നിർബന്ധമാണ്. മൗസൂലയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ നിർബന്ധമാണ്. ആ ലമീറിനാണ് ആയിദ് എന്ന് പറയാം. ഉദാഹരണത്തിന് ജാ ത്വാലിബു അല്ലദീ, ജാ ത്വാലിബു ആ വിദ്യാർത്ഥി വന്നു, അല്ലദീ എങ്ങനെയുള്ള വിദ്യാർത്ഥിയാണ്, യഹ്തരിമു അവൻ ആദരിക്കുന്നു, മുദരിസഹു. അപ്പോൾ യഹ്തരിമു മുദരിസഹു എന്നതാണ് ഇവിടുത്തെ സ്വില. അതിലൊരു ലമീറുണ്ട്, യഹ്തരിമു എന്നതിൽ ഹുവ എന്ന ഒരു ലമീർ നമ്മൾ സങ്കല്പിക്കുന്നു. തൊട്ട് മുമ്പ് പഠിച്ച മുസ്തത്തിറായ ലമീർ ഹുവ എന്ന് സങ്കല്പിക്കുന്ന ഒരു ലമീർ അവിടെ ഉണ്ട്. ആ ലമീർ മടങ്ങുന്നത് അല്ലദീ എന്ന മൗസൂലയിലേക്കാണ്.
അതുപോലെ തന്നെ അഹ്തരിമു അൽ മർ അല്ലദീ ഫിഹി ഹസ്രത്തും മിനൽ ഹയാ, അവിടെ അഹ്തരിമു അൽ മർ ഞാനൊരു വ്യക്തിയെ ആദരിക്കുന്നു, അല്ലദീ എങ്ങനെയുള്ള വ്യക്തിയാണ്, ഫീഹി ആ വ്യക്തിയിൽ ഉണ്ട്. ആ ഫീഹി എന്നുള്ള ഹി ലമീർ മടങ്ങുന്നത് അല്ലദിയിലേക്കാണ്. അപ്പോൾ ഫീഹി ഹസ്ലത്തുൻ എന്ന ജുംലയിൽ ഒരു ലമീർ വേണം, ആ ലമീർ അല്ലദിയിലേക്ക് മടങ്ങുന്ന ഒരു ലമീറായിരിക്കണം. ഇങ്ങനെ സിലയായിട്ട് വരുന്ന ജുംലയിൽ മൗസൂലയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ അനിവാര്യമാണ്. ഇനി മൗസൂലയുടെ ഇസ്മുകൾ ധാരാളമുണ്ട്. അല്ലദീ, അല്ലദാനി, അല്ലദീന, അല്ലത്തീ, അല്ലത്താനി, അല്ലാത്തി, മൻ, മാ ഇങ്ങനെ തുടങ്ങി ധാരാളം മൗസൂലയുടെ ഇസ്മുകളുണ്ട്. അതിൽ ഉദാഹരണങ്ങളൊക്കെ അല്ലദീ വരുന്നത് മുഫ്രദ് മുദക്കറിനാണ്, ഒരു പുരുഷനാകുമ്പോഴാണ് അല്ലദീ ഉപയോഗിക്കുക. ഗലബത്തു അല്ലദീ ഗലബനി, എന്നെ പരാജയപ്പെടുത്തിയവനെ ഞാനും പരാജയപ്പെടുത്തി. അവിടെ അല്ലദീ ഒരു പുരുഷനാകുമ്പോഴാണ് അല്ലദീ ഉപയോഗിച്ചത്. രണ്ട് പുരുഷന്മാരാകുമ്പോൾ അല്ലദാനി ഉപയോഗിക്കും. ഹലറ ഹാജറായി, അല്ലദാനി ആ രണ്ട് പുരുഷന്മാർ. ഇങ്ങനത്തെ രണ്ട് പുരുഷന്മാരാണ് ഖാനാ മുസാഫിറൈനി, അവർ രണ്ടുപേരും യാത്രക്കാരായിരുന്നു. അപ്പോൾ രണ്ട് പുരുഷന്മാരാകുമ്പോൾ അല്ലദാനി ഉപയോഗിച്ചു. ഇനി കുറേ പുരുഷന്മാരാകുമ്പോഴാണ് അല്ലദീന പറയാം. ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലദീന ഒരു കൂട്ടൻ പുരുഷന്മാരെ. എങ്ങനത്തെ കൂട്ടൻ പുരുഷന്മാരാണ്? അല്ലമൂ നീ അവർ എനിക്ക് അറിവ് പഠിപ്പിച്ചു. അല്ലത്തി വല്ലപ്പോഴാണ്? മുഅന്നസ് ആകുമ്പോൾ, ഒരു പെണ്ണാകുമ്പോഴാണ് അല്ലത്തി വരാം. സാഫറത്ത് യാത്ര പോയി, അല്ലത്തി ഒരു പെണ്ണ്. എങ്ങനെയുള്ള പെണ്ണാണ്? കാനത്ത് അവളായിരുന്നു, ഇന്ധന ഞങ്ങളുടെ അടുക്കലായിരുന്നു, ഞങ്ങൾക്ക് താമസിച്ചിരുന്നൊരു പെണ്ണ്, ആ പെണ്ണ് യാത്ര പോയി. രണ്ട് പെണ്ണാകുമ്പോഴാണ് അല്ലത്താനി ഉപയോഗിക്കുക. ജാഅത്ത് വന്നു, അല്ലത്താനി രണ്ട് സ്ത്രീകൾ. എങ്ങനെയുള്ള രണ്ട് സ്ത്രീകളാണ്? തസ്കുനാനി അവർ താമസിക്കുന്നു, അമ്മമ്മന ഞങ്ങളുടെ മുന്നിൽ, ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തന്നെ താമസിക്കുന്ന. പിന്നെ അല്ലാത്തീ അത് കുറേ സ്ത്രീകളുണ്ടാകുമ്പോഴാണ് അല്ലാത്തീ ഉപയോഗിക്കുക. റഅയ്തു ഞാൻ കണ്ടു, അല്ലാത്തീ കുറേ സ്ത്രീകളെ. എങ്ങനെയുള്ള കുറേ സ്ത്രീകളാണ്? യശ്ഗൽന അവർ ജോലി ചെയ്യുന്നു, ഫിൽ മസ്ന ഫാക്ടറിയിൽ. ഇങ്ങനെ കുറേ സ്ത്രീകളാകുമ്പോഴാണ് അല്ലാത്തി ഉപയോഗിക്കുക. പിന്നെ മന്ന് മാ ഇതൊക്കെ പിന്നെ ഒരു പുരുഷൻ, രണ്ട് പുരുഷൻ, കുറേ പുരുഷന്മാർ ഒക്കെ എല്ലാത്തിനും മന്ന് ഉപയോഗിക്കാം. ഒരു സ്ത്രീ, രണ്ട് സ്ത്രീ, കുറേ സ്ത്രീ, ഇതിനൊക്കെയും മന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇതിനാണ് മുഷ്തറക്കായ മൗസൂല എന്നൊക്കെ പറയാം. നേരത്തെ പറയപ്പെട്ട മൗസൂലുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടായിരുന്നു. അതിന് നസ്സു എന്നാണ് പറയുക ആ മൗസൂലുകൾക്ക്. ഇനി പല അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ മൻ മാ പോലെയുള്ള മൗസൂലുകൾക്കാണ് മുഷ്തറക്കായ മൗസൂല എന്ന് പറയാം. അഹ്സിൻ നീ ഗുണം ചെയ്യണം, ഇലാമൻ ഒരുത്തന്, ഒരു പുരുഷന്. എങ്ങനത്തെ പുരുഷനാണ്? അഹ്സന അവന് ഗുണം ചെയ്തിരിക്കുന്നു, ഇലേക്ക് നിന്നിലേക്ക്, നിനക്ക് ഗുണം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അഹ്സിൻ ഇലാമൻ അഹ്സനാ ഇലേക്ക, അല്ലെങ്കിൽ അഹ്സിൻ ഇലാമൻ അഹ്സനൂ ഇലേക്ക ഒക്കെ പറയാം. ആ മന്നോട് ഉദ്ദേശം ഒരു പുരുഷനാവാം, രണ്ട് പുരുഷനാവാം, കുറേ പുരുഷന്മാരാവാം, ഒരു സ്ത്രീ ആവാം. അഹ്സിൻ ഇലാമൻ അഹ്സനത്ത് ഇലേക്ക, രണ്ട് സ്ത്രീ ആവാം. അഹ്സിൻ ഇലാമൻ അഹ്സനത്ത ഇലേക്ക, കുറേ സ്ത്രീകളാവാം. അഹ്സിൻ ഇലാമൻ അഹ്സന്ന ഇലേക്ക, ഇങ്ങനെയൊക്കെ വരാം. മന്നുപയോഗിക്കുന്നത് ആക്കിലിന്, ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് മന്നുപയോഗിക്കുക. ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് മാ ഉപയോഗിക്കുക. ലാ തഅക്കുൽ നീ ഭക്ഷിക്കരുത്, മാ ഒരു ഭക്ഷണത്തിനെ. മാ ഒരു വ്യക്തിയല്ലല്ലോ, ഒരു ജീവനില്ലാത്ത വസ്തുവാണല്ലോ മാ. ഒരു വസ്തു നീ കഴിക്കരുത്. എങ്ങനത്തെ വസ്തുവാണ്? ലാ തസ്തതിഉ നിനക്ക് സാധിക്കുകയില്ല, ഹലുമഹു അതിനെ ദഹിപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ നിനക്ക് ദഹിപ്പിക്കാൻ കഴിയാത്ത വസ്തു നീ ഭക്ഷിക്കരുത്. ഇതൊക്കെയാണ് മൗസൂലകൾ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഒരു ചോദ്യം ചോദിക്കാം. ഒറ്റ ചോദ്യം. അൽ ഇസ്മുൽ മൗസൂലു അല്ലദീ യുസ്തഖ്ദമു ലിൽ ആഖിലി മുത്ലഖൻ. അൽ ഇസ്മുൽ മൗസൂലു മൗസൂലയുടെ ഇസ്മ. അല്ലദീ യുസ്തഖ്ദമു അതിന് ഉപയോഗിക്കപ്പെടുന്നു, ലിൽ ആഖിലി ബുദ്ധിയുള്ള ആൾക്ക് കൂടി ഉപയോഗിക്കുന്നത്, മുത്ലഖൻ നിരുപാധികം. അത് ഒരാളാവട്ടെ, രണ്ടാളാവട്ടെ, മൂന്നാളാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു മൗസൂൽ ഏതാണ്? ഓക്കെ, മന്നാണ് അല്ലേ? ഇതൊക്കെ 2023 ചോദിച്ച ചോദ്യമാണ്. ഈ ഒറ്റ ചോദ്യമാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഈ അസ്മാഉൽ ഇഷാറയാണ് അടുത്ത വിഷയം. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.
ഇതിന് സംശയങ്ങൾ ഉണ്ടോ?